ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഈ നാട്ടുകാര് പൈസ ചെലവഴിച്ചിട്ട് ഒരു അധ്യാപകനെ വെക്കാൻ തയ്യാറാണ്. എവിടെ പോയ മലയാളം തന്നെയല്ലേ, ഇവിടെ പഞ്ചായത്തിലെടുക്കും മലയാളം, നമുക്ക് എന്താ വായിക്കാൻ എന്താ അറിയുന്നില്ല. പഞ്ചായത്തിൽ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം അറിയാത്തത് കൊണ്ട് തന്നെ, എഴുതാനും വായിക്കാനും അറിയാത്തത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമാണ് ഇവർക്കുള്ളത്. ഞങ്ങൾ കേരളക്കാരാണ്, നമുക്ക് മലയാളം പഠിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ മറ്റു ചങ്ങാതിമാരെല്ലാം മലയാളം പഠിക്കുന്നു, എനിക്കത് പഠിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് മലയാളം വേണം. ഞാനിപ്പോഴുള്ളത് കാസർഗോഡ് ശ്രീ വിദ്യാവർദ്ധക ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ്. ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് മലയാളം പഠിക്കണം. കേരളത്തിലെ 14 ജില്ലകളിലും നിർബന്ധമായി മലയാളം പഠിപ്പിക്കാനുള്ള അവസരങ്ങളും സാധ്യതകളും ഉണ്ടാക്കി കൊടുക്കേണ്ടത് മാനേജ്മെന്റുകളുടെ അല്ലെങ്കിൽ അധികൃതരുടെ ബാധ്യതയായിരിക്കട്ടെ. ഇങ്ങനെയുള്ള ചില സ്കൂളുകളിൽ കാസർഗോഡ് ജില്ലകളിൽ മലയാളം പഠിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. വിദ്യാർത്ഥികൾ ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഇവിടെയുള്ള ചെറിയ വിദ്യാർത്ഥികളോട് നമുക്ക് ചോദിക്കാം. അവർക്ക് മലയാളം പഠിക്കണമെന്നുണ്ട്, മലയാള ഭാഷയെ അവർ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ മലയാള ഭാഷ ഇവിടെ നേരിടുന്നത് വലിയ അവഗണനയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രതികരണത്തിലേക്ക് പോകാം. എന്താണ് മോളെ പറയാനുള്ളത്? എനിക്ക് മലയാളം പഠിക്കാൻ ഇഷ്ടം. മലയാളം പഠിക്കണം. മലയാളം പഠിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്, സ്കൂൾ അധികൃതർ പറയുന്നത്? അത് അറബി സെർച്ച് തന്നെ പഠിപ്പിക്കാൻ ഫ്രീ പീരീഡ്. പിന്നെ അറിയാലോ. പറഞ്ഞോ പ്രതികരിച്ചോ? പറഞ്ഞോ. മലയാളം പഠിക്കാൻ ഇഷ്ടമാണ്. മലയാളം പഠിക്കാൻ ഇഷ്ടമാണ്. പറഞ്ഞോ. ക്യാമറ മുമ്പിൽ മലയാളം പഠിക്കാൻ ഇഷ്ടമാണ്. എന്ത് നിങ്ങൾ കുറെ കാലമായി ഇത് ചെയ്യുന്നുള്ളത്? എത്രാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. ഏകദേശം എപ്പം മുതൽ നിങ്ങൾക്ക് മലയാളം പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്? ചെറുപ്പത്തിലേ ഉണ്ട് അല്ലേ? പക്ഷെ ഇവരാരും തയ്യാറാവുന്നില്ല. തുറന്നു പറയും. മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും പറയും, വെച്ചും എല്ലാവരും ഒന്നിച്ച് പറയും. ക്യാമറ നോക്കി പറയും, നിങ്ങൾക്ക് മലയാളം പഠിക്കണമെന്നുള്ളത് ക്യാമറ നോക്കി പറയും. പറഞ്ഞോ. ഒന്നുകൂടി ഉച്ചത്തില്. ഇത് കാസർഗോഡ് ജില്ലയിലെ വടക്കേ പ്രദേശത്തുള്ള മിയാ പദവിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് പറയുന്നത് ഇവിടെ മലയാളം പഠിക്കണം എന്നുള്ളത്. 2017 ഗവർണറുടെ ഒരു അനുമതി ലഭിച്ചിരുന്നു. 2017 ജൂൺ 1-ാം തീയതി കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും മലയാളം നിർബന്ധമാക്കി പഠിപ്പിക്കണം എന്നുള്ളത്. എന്നാൽ ഈ മാനേജ്മെന്റ് അതിന് തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ വ്യക്തമായത്, കാസർഗോഡ് ജില്ലയെ കർണാടകയിലേക്ക് ലയിപ്പിക്കണമെന്നുള്ള ഒരു അവകാശവാദം മുന്നോട്ട് വെച്ച ഒരാളാണ് ഈ സ്കൂള് കൊണ്ടുവന്നത് കൊണ്ടാണ് പോലും അങ്ങനെ ഒരു അവകാശവാദം മാനേജ്മെന്റ് ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഒരുപാട് മലയാളം പഠിക്കാനുള്ള വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾ ഇപ്പോൾ മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോടും തുറന്നു പറയുന്നതിന്റെ ചിത്രങ്ങളാണ്, ദൃശ്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഒന്നുകൂടി പറയൂ. പറഞ്ഞോ. ഇതിനു വേണ്ടിയിട്ട് നാട്ടുകാരൊക്കെ ഒരുപാട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നില്ലേ? സമരങ്ങളെല്ലാം സംഘടിപ്പിച്ചിരുന്നില്ലേ? ആ സമരങ്ങളിലെല്ലാം നിങ്ങളും പങ്കെടുത്തിരുന്നു? നിങ്ങളെല്ലാം ഉണ്ടായിരുന്നു? എന്നിട്ട് ഒരു മാറ്റവും ഇവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കിടെ നിർബന്ധമായിട്ട് ഒന്ന് പിന്നിലോട്ട് പോകും. നിങ്ങൾക്കിടെ നിർബന്ധമായിട്ട് മലയാളം പഠിക്കണം. എന്തായാലും മലയാളം വേണം അല്ല? ഒന്നുകൂടി പറ. ഒന്നുകൂടി. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മലയാളം പഠിക്കണമെന്ന് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ ഗുജറാത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിൽ പോയിട്ടോ അല്ല പറയുന്നത്. നമ്മുടെ സ്വന്തം
ദൈവത്തിന്റെ നാട്ടിൽ നിന്ന് പറയുകയാണ്. മലയാളം സംസാരിക്കുന്ന, മലയാള ഭാഷയെ നെഞ്ചിലേറ്റുന്ന നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നുള്ളത് ഇവർക്ക് മലയാളം പഠിക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഇത് പരമാവധി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, മറ്റുള്ളവരിലേക്ക് ഈ വിഷയം നിങ്ങൾ എത്തിക്കുക. മറ്റുള്ള പ്രതികരണങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഞങ്ങൾ കേരളക്കാരാണ്. നമുക്ക് മലയാളം പഠിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ മറ്റ് ചങ്ങാതിമാരെല്ലാം മലയാളം പഠിക്കുന്നു. എനിക്കത് പഠിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് മലയാളം വേണം. ഇവിടെ മലയാളം നിർബന്ധമാക്കണോ അല്ല എന്തായാലും ഈ സ്കൂളിൽ? അതിനുവേണ്ടി നിങ്ങൾ എന്തും ചെയ്യും? എല്ലാ തരത്തിലും മുഖ്യമന്ത്രിയോടും പിണറായി വിജയനോടും നിങ്ങൾ ചോദിക്കുകയാണ് അല്ലേ? എല്ലാ തരത്തിലും. ഓക്കെ, വേറെ ആരാണ് പറയുന്നത്? പറഞ്ഞോ, ക്യാമറ നോക്കി പറ. ഞങ്ങൾക്ക് മലയാളം പഠിക്കണം. ഞങ്ങൾ കേരളക്കാരാ. ഞങ്ങൾക്ക് സ്വാഭാവികമായി മലയാളം പഠിക്കണം. മറ്റു ചങ്ങാതിമാരെല്ലാം മലയാളം പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്കത് പറ്റുന്നില്ല അല്ലെ? കേരളത്തിലെ ഒരു ജില്ലയിൽ നമ്മൾ നിന്നിട്ട് പോലും ഇവിടെ മലയാളം പഠിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇവിടെ മലയാളം വരാത്തതെന്ന് അറിയോ? വരാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അതിനെ കുറിച്ച് അറിയില്ല അല്ലെ? ഇവിടെ മലയാളം വരാത്തതിന്റെ കാരണം ഈ മാനേജ്മെന്റ് അധികൃതരും ഞങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈ സ്കൂൾ ഉണ്ടാക്കിയത് കർണാടകയിലേക്ക് കാസർഗോഡ് ജില്ലയെ ലയിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരാളാണ് പോലും. അതുകൊണ്ടാണ് ഇവിടെ മലയാളം ഇല്ലാത്തത്. അപ്പം നിങ്ങൾക്ക് മലയാളം എന്തായാലും ഈ സ്കൂളിൽ പഠിക്കാനുള്ള സൗകര്യം മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇടപെട്ട് നൽകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ദുഃഖം നമുക്ക് ലോകത്തെ അറിയിക്കാം അല്ലേ? എല്ലാവരും അറിയണമല്ലോ അല്ലേ? അപ്പൊ എല്ലാവരും പറയൂ, ഒന്നുകൂടി പറഞ്ഞോ. ഞങ്ങൾക്ക് അപ്പൊ ഇവരുടെ ഈ ഒരു അഭിലാഷം, ആഗ്രഹം, അവകാശം അത് തീർച്ചയായും നേടിക്കൊടുക്കാൻ നമ്മൾ മുന്നോട്ട് വന്നേ മതിയാകും. 10 നാളെ കീച്ചിട്ട് ഒരു പഠിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവരെ കുടുംബക്കാർ, അവരെ മക്ക അങ്ങനെയല്ല ഇതാക്കുന്നത്. കീച്ചങ്ങ് അപ്പോളെ പായിക്കുന്നവർ അനുവദിക്കുന്നില്ല. 10 നാളെ എവിടെ പോയ മലയാളം തന്നെയല്ലേ? ഇവിടെ പഞ്ചായത്തിലെടുക്കും മലയാളം. നമുക്ക് എന്താ വായിക്കാൻ എന്താ അറിയുന്നില്ല. നിങ്ങൾക്ക് മലയാളം അറിയാത്തത് കൊണ്ട് തന്നെ പലയിടങ്ങളിലും ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ട് കേരളമായിട്ട് മലയാളം അറിയുന്നില്ല. മലയാളം എഴുതാൻ അറിയാത്തതുകൊണ്ട് പഞ്ചായത്ത് ഓഫീസുകളിൽ എല്ലാ സ്കൂളിലും മലയാളം ഉണ്ട്. ഇവിടെ 2-3 മാത്രം ഇല്ലാത്ത. എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മലയാളം കൊണ്ടുവരണം. മലയാളം കൊണ്ടുവരണം. ഇവിടേക്ക് എല്ലാവരും മലയാളം ഒന്നുകൂടി മലയാളം കൊണ്ടുവരണം. കാസർഗോഡ് ജില്ലയിലെ വടക്ക് പ്രദേശത്തുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയുടെ ഉദാഹരണമാണ് ഈ ദൃശ്യം. കേരളത്തിൽ ജനിച്ചു വളർന്നിട്ട് പോലും മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നത് എത്രത്തോളം സങ്കടകരമായ അവസ്ഥയാണ്. 2017 ജൂൺ 2-ാം തീയതി കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും മലയാളം നിർബന്ധമാക്കണമെന്ന ഗവർണറുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിക്കുകയാണ് കാസർഗോഡ് മിയാപദവിലെ ശ്രീ വിദ്യാവർദ്ധക ഹയർ സെക്കൻഡറി സ്കൂളിലെ അധികൃതർ. മലയാളം പഠിക്കാനുള്ള ഈ വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കേണ്ടത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. കണ്ണു തുറന്നു കാണണം മലയാളത്തോടുള്ള ഈ അവഗണന. മലയാളം ഇവിടെ അവഗണിക്കപ്പെടുകയാണ്. പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള നാട്ടുകാർ. അവർക്ക് പറയാനുള്ളത് വികാരഭരിതമായിട്ടുള്ള വാക്കുകളാണ്. അവർ നേരിടുന്ന വലിയ പ്രശ്നങ്ങളാണ്. പഞ്ചായത്തിൽ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം അറിയാത്തത് കൊണ്ട് തന്നെ, എഴുതാനും വായിക്കാനും അറിയാത്തത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമാണ് ഇവർക്കുള്ളത്. പറയുക. കേരളം പിറന്നിട്ട് 62 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ ഇന്നും മലയാളം സംസാരിക്കാൻ മാത്രം, അത് എഴുതാനോ വായിക്കാനോ ഉള്ളൊരു അവകാശം ഇന്നും ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് സമരങ്ങൾ ചെയ്ത് ഓഫീസ് ധരണ ചെയ്ത് ഒരുപാട് എല്ലാ മന്ത്രിമാർക്കും കൊടുത്ത് അവസാനം കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് സർക്കാർ ഉത്തരവിറക്കിയിട്ട് അത് നടപ്പിലാക്കാനുള്ള ഇവിടെയുള്ള ചില അധ്യാപക സംഘടനകളും ചില ഉദ്യോഗസ്ഥന്മാരും അതിനെ തയ്യാറാവുന്നില്ല. ഞങ്ങൾ ഒരുപാട് PTA മീറ്റിങ്ങുകളെല്ലാം അവതരിപ്പിച്ച് PTA പൈസ കൊടുത്തിട്ട് ഒരു അധ്യാപകനെ നിയമിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും മലയാളം പഠിപ്പിക്കാൻ സ്കൂളുകളിൽ അനുമതി തരുന്നില്ല ഞങ്ങൾക്ക്. വലിയ ദുഃഖമാണ് ഇവർ പറയുന്നുള്ളത്. കാരണം കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ മലയാളം അറിഞ്ഞിരിക്കേണ്ടതും മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കേണ്ടത് വലിയ ഒരു ആവശ്യമാണ്. അത് ആവശ്യത്തിന് അപ്പുറത്ത് ഇവരുടെ അവകാശമാണ്. എന്താണ് ഇതൊരു കേരള അല്ലേ? കർണാടക നമുക്ക് അറിയുന്നില്ല
അല്ലേ? നമുക്ക് മലയാളം ആടെ കർണാടക പോകുമ്പോൾ നമുക്ക് വിലയില്ല, ആടെ ഡബിൾ പൈസ കൊടുക്കണം നമുക്ക് കോളേജിൽ കൂട്ടണി ഇത് കേരളക്കാർ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഏത് പഠിക്കേണ്ടത് ഇവിടെ നമുക്ക് അറിയേണ്ടത്? അവഗണിക്കപ്പെടുകയാണ്. കർണാടകയിലും ഇവർക്ക് പ്രസക്തി ലഭിക്കുന്നില്ല, കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നുള്ളത്. പറഞ്ഞോളൂ. ഞങ്ങൾക്ക് മലയാളം അത്യാവശ്യമാണ്. ഞങ്ങൾക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു, ഞങ്ങളെ മക്കളെ ഭാവി നഷ്ടപ്പെടരുത്. ഞങ്ങളെ മക്കൾക്ക് എങ്ങനെ മലയാളം ഇവിടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എൻ്റെ 3 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഇപ്പോൾ +2 ആയി നിർത്തി, ഇപ്പോൾ 2 മക്കൾ ഇതേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇവർ മലയാളം പഠിപ്പിക്കാൻ തയ്യാറാക്കുന്നുണ്ട്. എന്തൊരു അവഗണനയാണ്! നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ മലയാളത്തെ ഇങ്ങനെ പരസ്യമായി അവഗണിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ വടക്ക് പ്രദേശങ്ങളിൽ മലയാളത്തെ അവഗണിച്ചുകൊണ്ട് കന്നഡ ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഇതിനെതിരെ സർക്കാരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും രംഗത്ത് വരണം. ഈ വിഷയം നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവർ പറയുന്നത് ഇവരുടെ സങ്കടമാണ്. ക്യാമറമാൻ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള. സർക്കാർ സാങ്കേതിക വകുപ്പ് പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്ന PSC അംഗീകാരമുള്ള ഫാഷൻ ഡിസൈനിംഗ്, ഗാർമെന്റ്സ്, ടെക്നോളജി കോഴ്സുകളിലേക്ക് ഇപ്പോൾ പ്രവേശനം നേടാം. കോഴ്സിന്റെ പ്രത്യേകതകൾ: മുസ്ലിം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് മൈനോറിറ്റി ഗ്രാന്റ്, സ്കൂളുകളിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, വർക്ക് എക്സ്പീരിയൻസ് എന്നീ തസ്തികകളിൽ ടീച്ചറാകുന്നതിനും ഫാഷൻ ഡിസൈനർ, ഇൻസ്ട്രക്ടർ, ടെക്സ്റ്റൈൽ സൂപ്പർവൈസർ തുടങ്ങി ധാരാളം മേഖലയിൽ ജോലി സാധ്യതയുള്ളതുമായ കോഴ്സുകളിലേക്ക് +2 ഡിഗ്രി പാസ്സായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. അംഗീകാരമില്ലാത്ത കോഴ്സുകളിൽ ചേർന്ന് വഞ്ചിതരാകാതിരിക്കൂ. SSLC യോഗ്യതയുള്ളവർക്ക് 1 വർഷം കൊണ്ട് ടീച്ചറാകാം. സർക്കാർ, മാനേജ്മെന്റ്, ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ പ്രീ പ്രൈമറി ആൻഡ് മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് MTTC-യിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോഴ്സിന്റെ പ്രത്യേകതകൾ: ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ. IFGT Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education, Darwish Complex, 2nd floor near bus stand, Uppala. Phone 813888 60134 04998 241134.